സി 9/12/2023 നടത്തിയ LD ക്ലർക്ക്, അക്കൗണ്ടന്റ്, കാഷ്യർ തുടങ്ങിയ പരീക്ഷയുടെ എക്സാമിനേഷൻ സ്റ്റേജ് 4 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 239/2023 ആണ്. 2020 16ാമത് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആര്? ചോദ്യം 1. 2023 16ാമത് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആര്? ഉത്തരം ബി ആണ്, ഇന്ത്യ. പറക്കും സിഖ് എന്നറിയപ്പെടുന്ന ചാമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം ഏത്? ഉത്തരം ഡി ആണ്, 2021. ചോദ്യം 3. വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ആര്? ഉത്തരം എ ആണ്, ജോൺ ഡാൾട്ടൺ. ചോദ്യം 4. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്ന്? അതിൻ്റെ ഉത്തരം സി ആണ്, 2000 ജൂലൈ 22 ജൂലൈ 2019. സി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 5. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്? ഉത്തരം ബി ആണ്, 1950 ജനുവരി 25. ചോദ്യം 6. കേന്ദ്ര കാര്യ മന്ത്രി ആര്? ഉത്തരം സി ആണ്, നിർമ്മല സീതാരാമൻ. ചോദ്യം 7. രാജാറാം മോഹൻ റോയ് ബംഗാളി ആരംഭിച്ച ഏത്? ഉത്തരം സി ആണ്, കൗമുദി. ചോദ്യം 8. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആര്? ഉത്തരം എ ആണ്, ശ്യാം ശരൺ നേഗി. ചോദ്യം 9. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ഉത്തരം ബി ആണ്, മിസോസ്ഫിയർ. ചോദ്യം 10. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് വാലന്റിയൻ ഷിറോൾ വിശേഷിപ്പിച്ച ആര്? ഉത്തരം ബി ആണ്, ബാലഗംഗാധര തിലക്. ചോദ്യം. കർണാടകത്തിലെ പ്രധാന ആണവ ഊർജ നിലയം ഏത്? ഉത്തരം ഡി ആണ്, കൈഗ. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ചോദ്യം 12. ഉത്തരം സി ആണ്, ഉപദ്വീപീയ പീഠഭൂമി. ചോദ്യം. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഏത്? ലാവ ഉറഞ്ഞുണ്ടായ പീഠഭൂമി ഏത്? ചോദ്യം എ ആണ്, ഡെക്കാൻ പീഠഭൂമി. ചോദ്യം 14. അമരാവതി ഏത് നദിയുടെ നദിയാണ്? അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ബി ആണ്, കാവേരി. ചോദ്യം 15. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏത്? സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏത്? ഉത്തരം ഡി ആണ്, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ചോദ്യം 16. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏത്? ഉത്തരം ബി ആണ്, കാറക്കോറം. ചോദ്യം 17. കോട്ടോ എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ഏത്? ഉത്തരം സി ആണ്, മുംബൈ. ചോദ്യം 18. ദക്ഷിണ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഉത്തരം സി ആണ്, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ചോദ്യം 19. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോൾ ഖനി ഏത്? ഉത്തരം എ ആണ്, മുംബൈ ഹൈ. ചോദ്യം 20. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം ഡി ആണ്, ഗോദാവരി. ചോദ്യം 21. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആര്? ഉത്തരം ബി ആണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ചോദ്യം 22. അയിത്താചരണം ശിക്ഷാർഹമായി കുറ്റമായി ഭരണഘടനാ വകുപ്പ് ഏത്? ഉത്തരം എ ആണ്, ആർട്ടിക്കിൾ 17. ചോദ്യം 23. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ചോദ്യം 23. ഉത്തരം ബി ആണ്, ചോദ്യം ബി ആണ്, അനുച്ഛേദം 51A. അനുച്ഛേദം 51A. ചോദ്യം 24. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉത്തരം സി ആണ്, ഡോക്ടർ വിശ്വാസ മേത്ത.
ചോദ്യം 25. ജനങ്ങളുടെ അവകാശങ്ങളുടെ സംരക്ഷകനാണ് ഡാഷ്. ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാണ് ഡാഷ്. ഉത്തരം ഡി ആണ് സുപ്രീം കോടതി. ചോദ്യം 26. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കുന്ന സമയദൈർഘ്യം എത്ര? ഉത്തരം എ ആണ് 52 സെക്കൻഡ്. ചോദ്യം 27. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമ അവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഉത്തരം ബി ആണ് 44-ാം ഭരണഘടനാ ഭേദഗതി. ചോദ്യം 28. ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര? ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം. ഉത്തരം ഡി ആണ് 24. ചോദ്യം 29. വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആര്? വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ്. ഉത്തരം സി ആണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ചോദ്യം 30. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ. ഉത്തരം ബി ആണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ചോദ്യം 31. ഭാഷയുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ അല്ലാത്തത്. ഉത്തരം എ ആണ് VP മേനോൻ. ചോദ്യം 30. സ്വദേശി ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആര്? ഉത്തരം സി ആണ് അപനിന്ദ്രനാഥ ടാഗോർ. ചോദ്യം 33. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദർ സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഉത്തരം സി ആണ് അമേരിക്ക. ചോദ്യം 4. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏത്? ഉത്തരം ഡി ആണ് ഇവയെല്ലാം. ചോദ്യം 35. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ചോദ്യം 35. ഉത്തരം ബി ആണ് ഗുൽസാരി ലാൽ നന്ദ. ചോദ്യം 36. ഇന്ത്യയിൽ 10-2-3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? ഉത്തരം സി ആണ് കോത്താരി കമ്മീഷൻ. ചോദ്യം 37. ദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആഘോഷിക്കുന്നത്? ഉത്തരം ബി ആണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ചോദ്യം 38. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ഉത്തരം എ ആണ് VP മേനോൻ. ചോദ്യം 39. 1954-64 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകൾ ഇന്ത്യയിൽ സ്ഥാപിതം ആയിട്ടുണ്ട്? ചോദ്യം 39. ഉത്തരം ഡി ആണ് 5. ചോദ്യം 40. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനമാരംഭിച്ച സ്ഥാപനം ഏത്? ഉത്തരം എ ആണ് ലളിതകലാ അക്കാദമി. ചോദ്യം 41. മലയാള ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? ഉത്തരം ബി ആണ് ആഞ്ചലോസ് ഫ്രാൻസിസ്. ചോദ്യം 42. ചാന്നാർ ലഹള നടന്ന വർഷം ഏത്? ചാന്നാർ ലഹള നടന്ന വർഷം. ഉത്തരം ബി ആണ് 1859. ചോദ്യം 43. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണ് ഇത്? ഉത്തരം എ ആണ് ശ്രീനാരായണ ഗുരു. ചോദ്യം 44. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഉത്തരം എ ആണ് കെ കേളപ്പൻ. ചോദ്യം 45. ഗാന്ധിജിയും അരാജകത്വവും എന്ന പുസ്തകം രചിച്ചത് ആര്? ചോദ്യം 45. ഉത്തരം ബി ആണ് സി ശങ്കരൻ നായർ. ചോദ്യം 46. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭം തുടക്കം കുറിച്ച സംഭവം ഏത്? ചോദ്യം 46. ഉത്തരം എ ആണ് മലയാളി മെമ്മോറിയൽ. ചോദ്യം 47. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത ആര്? ഉത്തരം സി ആണ് AV കുട്ടിമാളു അമ്മ. ചോദ്യം 48. സ്വാതന്ത്ര്യ കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമാക്കി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത്? ഉത്തരം ബി ആണ് പയ്യന്നൂർ. ചോദ്യം 49. തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ സ്ഥാപിച്ചത് ആര്? ഉത്തരം ഡി ആണ് വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. ചോദ്യം 50. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ബി ആണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്.
ചോദ്യം 51. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഉത്തരം ബി ആണ്, ഇടുക്കി. ചോദ്യം 52. കേരളത്തിൻ്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആര്? ഉത്തരം ബി ആണ്, പി രാജീവ്. ചോദ്യം 53. കേരള സ്പോർട്സിന് രൂപം നൽകിയത് ആര്? ചോദ്യം 53. ഉത്തരം ഡി ആണ്, ഗോദവർമ്മ രാജ. ചോദ്യം 54. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത്? ചോദ്യം 54. ഉത്തരം ബി ആണ്, ചിന്നാർ. ചോദ്യം 55. അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലനിൽക്കുന്ന കൃഷിരീതി ഏത്? ഉത്തരം സി ആണ്, പുനംകൃഷി. ചോദ്യം 56. ഗൗണ, നാഡി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യ നദി ഏത്? ചോദ്യം 56. ഉത്തരം സി ആണ്, മീനച്ചിലാർ. ചോദ്യം 57. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏത്? ചോദ്യം 57. ഉത്തരം ബി ആണ്, ചക്ക. ചോദ്യം 58. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ചോദ്യം 58. ഉത്തരം ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ചോദ്യം 59. എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാരബന്ധം ഉണ്ടാകുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത്? ചോദ്യം 59. ഉത്തരം സി ആണ്, പറവൂർ. ചോദ്യം 60. 2012 ഉരുൾപൊട്ടലുണ്ടായ പല്ലൂരമ്പാറ ഏത് ജില്ലയിലാണ്? ഉത്തരം ബി ആണ്, കോഴിക്കോട്. ചോദ്യം 61. മന്ദരോഗം പരത്തുന്ന കൊതുകുകൾ ഏതാ? മന്ദരോഗം പരത്തുന്ന കൊതുകുകൾ. ഉത്തരം ബി ആണ്, ക്യൂലെക്സ് കൊതുക്. ചോദ്യം 62. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമാകുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേര് പറയുന്നത് എങ്ങനെ? ഉത്തരം സി ആണ്, സിറോപ്താൽമിയ. ചോദ്യം 63. ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർഗൻ ഓഫ് കോർട്ടി. ഉത്തരം ബി ആണ്, ചെവി. ചോദ്യം 64. ഉമിനീരിൻ്റെ pH മൂല്യം എത്ര? ഉമിനീരിൻ്റെ pH മൂല്യം. ഉത്തരം ഡി ആണ്, 6.2 - 7.6. ചോദ്യം 65. കേരളത്തിൻ്റെ ആരോഗ്യ പദ്ധതികളിലൊന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏത്? കേരളത്തിൻ്റെ ആരോഗ്യ പദ്ധതിയിലൊന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത്. ഉത്തരം ഡി ആണ്, അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുകയും ചെയ്യുക. ചോദ്യം 66. 27ാമത് ദേശീയ വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശ്ശൂർ ജില്ലയിലെ കോൾ പാടങ്ങളിലേക്ക് അനുയോജ്യമായതുമായ നെല്ലിൻ്റെ ഇനം ഏത്? ചോദ്യം 66. ഉത്തരം സി ആണ്, KMU മനുരത്ന. ചോദ്യം 67. ആഗോള താപനത്തിന് കാരണമായ ഹരിതഗ്രഹ വാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏത്? ഉത്തരം ഡി ആണ്, കാർബൺ ഡയോക്സൈഡ്. ചോദ്യം 68. താഴെ പറയുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് ഏത്? ഉത്തരം ബി ആണ്, രൂപ്കുണ്ട്. ചോദ്യം 69. കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതൽ ഉള്ള വിഭാഗം ഏത്? ചോദ്യം 69. ഉത്തരം സി ആണ്, ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. ചോദ്യം 70. താഴെ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അതിൻ്റെ ഉത്തരം സി ആണ്. ചോദ്യം 71. ആർദ്ര ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായി ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം സി ആണ്, ജെയിംസ് ചാഡ്വിക്. ചോദ്യം 72. അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ചോദ്യം 72. ഉത്തരം എ ആണ്. ചോദ്യം 73. ബന്ധമില്ലാതെ തിരിച്ചറിയുക. ചോദ്യം 73. ഉത്തരം ഡി ആണ്, 2ഉം 4ഉം. ചോദ്യം 74. ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ആറ്റോമിക മാസിലുള്ള അനുപാതം എത്ര? ഉത്തരം ബി ആണ്, 1:8. ചോദ്യം 75. പഞ്ചസാര ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം എ ആണ്, ഹൈഡ്രജൻ, ഓക്സിജൻ. ചോദ്യം 76. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി എത്ര? ഉത്തരം സി ആണ്, 20 ഹെർട്സ്. ചോദ്യം 70. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏത്? പ്രവൃത്തിയുടെ യൂണിറ്റാണ്
എ ആണ് ജൂൾ. ചോദ്യം 78. തന്മാത്ര സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യുന്ന രീതിക്ക് പേര്. ഉത്തരം ബി ആണ് സംവഹനം. ചോദ്യം 79. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ്. അതിന് എന്താണ് പറയുന്നത്? ചോദ്യം 79. ഉത്തരം ബി ആണ് ദോലനം. ചോദ്യം 80. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത്. ഉത്തരം ഡി ആണ് കൽക്കരി. ചോദ്യം 80. 1/2/3 മടങ്ങ് എത്ര? 81. ഉത്തരം എ ആണ് 1/24. ചോദ്യം 82. 3, 6, 2 ഈ സംഖ്യകളുടെ ലസാഗു എത്ര? ചോദ്യം 82. ഉത്തരം ബി ആണ് 6. ചോദ്യം 83. ഒരു ക്യാമ്പിലെ 30 പേരുടെ ശരാശരി ഭാരം 45 കിലോഗ്രാമാണ്. ഒരാൾ കൂടി ക്യാമ്പിലേക്ക് വന്നപ്പോൾ ശരാശരി 42 കിലോഗ്രാം ആയി. പുതുതായി വന്ന ആളുടെ ഭാരം എത്ര? 83. ഉത്തരം സി ആണ് 48. ചോദ്യം 84. 1/2 അധികം 1/2 സ്ക്വയർഡ് അധികം 1/2 യുടെ ദശാംശ രൂപം എത്ര? ചോദ്യം 84. അതിൻ്റെ ഉത്തരം ബി ആണ് 0.875. ചോദ്യം 85. 15 സെൻറ്റിമീറ്റർ നീള വര എ ബിയുടെ 2/3 ഭാഗമാകുന്ന വിധത്തിൽ സി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എ സിയുടെ 2/1 ഭാഗമാകുന്ന വിധത്തിൽ ഡി അടയാളപ്പെടുത്തിയാൽ എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി? അതിൻ്റെ ഉത്തരം ബി ആണ് 1/3. ചോദ്യം 86. സ്ക്വയർ റൂട്ട് ഓഫ് 1.4641 എത്ര? ചോദ്യം 86. ഉത്തരം ബി ആണ് 1.21. ചോദ്യം 87. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വലുത് ഏത്? ഉത്തരം ഡി ആണ് 10.7650. ചോദ്യം 88. 243 എത്ര ഘടകങ്ങൾ ഉണ്ട്? 243 എത്ര ഘടകങ്ങൾ ഉണ്ട്? ഉത്തരം ഡി ആണ് 6. ചോദ്യം 89. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം. ഉത്തരം സി ആണ്. ചോദ്യം 90. 120 കിലോമീറ്റർ മണിക്കൂർ വേഗത്തിൽ ഓടുന്ന ഒരു വാഹനം 1 മിനിറ്റ് കൊണ്ട് എത്ര ദൂരമാണ് സഞ്ചരിക്കുന്നത്? ഉത്തരം ബി ആണ് 2 കിലോമീറ്റർ. ചോദ്യം 91. 5 കുട്ടികളുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 48 ആണ്. 5 വർഷത്തിന് ശേഷം അവരുടെ ആകെ വയസ്സ് എത്ര? ഉത്തരം സി ആണ് 73. ചോദ്യം 92. ഒരു ക്ലാസ്സിൽ 45 കുട്ടികളെ വരിവരിയായി നിർത്തിയപ്പോൾ അനു ഇടത്തുനിന്നും 22-മതും വിനു വലത്തുനിന്നും 25-മതുമാണ്. ഇവരുടെ ഇടയ്ക്കുള്ള കുട്ടികളുടെ എണ്ണം എത്ര? ചോദ്യം 92. ഉത്തരം സി ആണ് 0. ചോദ്യം 93. സമാന ബന്ധം കണ്ടെത്തുക. സമാന ബന്ധം കണ്ടെത്തുക. അതിൻ്റെ ഉത്തരം എ ആണ്. ചോദ്യം 94. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഡിക്ഷണറിയിൽ നിരത്തുമ്പോൾ മൂന്നാമത് വരുന്ന വാക്ക് ഏത്? ചോദ്യം 94. ഉത്തരം സി ആണ് രജിസ്റ്റർ. ചോദ്യം 95. ചോദ്യം 95. അതിൻ്റെ ഉത്തരം എ ആണ്. ചോദ്യം 96. അതിൻ്റെ ഉത്തരം ബി ആണ്. ചോദ്യം 97. 1, 2, 5, 16, 65 എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏത്? ഉത്തരം ഡി ആണ് 326. ചോദ്യം 98. സ്ക്വയർ റൂട്ട് ഓഫ് 0.0081 എത്ര? ഉത്തരം എ ആണ് 0.09. ചോദ്യം 99. ഒരു പേനയുടെയും പുസ്തകത്തിൻ്റെയും വിലകൾ 3:5 എന്ന അംശബന്ധത്തിലാണ്. പുസ്തകത്തിന് പേനയേക്കാൾ 12 രൂപ കൂടുതലാണ് എങ്കിൽ പേനയ്ക്കും പുസ്തകത്തിനും കൂടി ആകെ വില എത്ര? ഉത്തരം ബി ആണ് 48. ചോദ്യം 100. ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാനെ കണ്ടെത്തുക. 91, 93, 95, 97, 99. അതിൽ ഒറ്റയാൻ 97 ആണ്. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.